കർക്കിടകം വരാൻ പോവുകയല്ലേ, 2 ദിവസം കഴിഞ്ഞ് കർക്കിടകമാവല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞ് ഗാർഡനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഇവിടെയൊക്കെ ഒന്ന് മാറ്റി നല്ല നീറ്റാക്കി. ചെടികളൊക്കെ ഒന്ന് മാറ്റി. ഇവിടെയൊക്കെ 1-2 പിച്ചികളുടെ പല ഇനത്തിലുള്ളത് നട്ടുപിടിപ്പിച്ചു. ഇതാ ഇവിടെയും ഇത് വേറൊരു മുല്ലയാണ്. നല്ല പൂക്കുമ്പോൾ നല്ല മണമാണ്. 1 വർഷം കൂടുമ്പോഴാണ് അത് പൂക്കുന്നത്. തെറ്റിയുടെ തൈകളുണ്ട്, ആമ്പൽ പല കളറിലുള്ളതും ഉണ്ട്, നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വാഴത്തൈകളുണ്ട്, ഈ ബ്രൊക്കേഡ് പ്ലാന്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഓർക്കിഡ്, നാടൻ ഓർക്കിഡ് ഇതാ വിരിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ നാടൻ ഓർക്കിഡ്. ദെൻ ഡാൻസിങ് ഗേള്, പിന്നെ തുളസിയുണ്ട്, 2 ഇനം തുളസിയുണ്ട്, ഇലച്ചെടികളുണ്ട്. പിന്നെ വേറൊരു ചുമന്ന പൂ വരുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. പാരിജാതം ഇവിടെ നട്ടേക്കുന്നേ ഉള്ളത്. പൂത്ത് 1-2 പൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൂവൊന്നുമില്ല. വേറെ 2 ഇലച്ചെടികൾ, പിന്നെ നമ്മുടെ കുറ്റിമുല്ല ഒരു 3 തൈകളുണ്ട്. അത് കഴിഞ്ഞിവിടെ നമ്മുടെ ഗേറ്റാണ്. ഇത് പഴയ വീടാണ്, 50 വർഷം പഴക്കമുള്ള ഒരു വീടാണ് എൻ്റേത്. മോൻ്റെ കാറ് മോൻ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത കാറാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് പ്ലാന്റൊക്കെ മാവിൻ്റെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഫ്രണ്ടിലായിട്ട് റോഡാണ്, നമുക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് അറേഞ്ച് ചെയ്ത് എല്ലായിടും ഒന്ന് നീറ്റാക്കി. മോൻ്റെ വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടേക്ക് ഇലച്ചെടികൾ, പിന്നെ എൻ്റെ ഓർക്കിഡ് അന്നത്തത് അന്ന് കാണിച്ചത് അതാ വിരിഞ്ഞ് നിൽക്കുന്നു. അതിന് കുറച്ച് ദിവസം കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നു. ഓർക്കിഡ് ഒരുപാട് ദിവസം നിൽക്കും. പിന്നെ മണി പ്ലാന്റൊക്കെ ഉണ്ട് ഇവിടെ, പതിവ് പോലെ. ഇവിടെ എല്ലാം ഒന്ന് നീറ്റാക്കി. ഇന്നത്തെ ദിവസം ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു പ്ലാന്റ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടാണ്, ചുമന്ന ഇനം പാഷൻ ഫ്രൂട്ടാണ്. അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ കൊള്ളാം. അതുപോലെ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് തന്നെ ഇത് നട്ടുപിടിപ്പിച്ചതാണ്. അതിൽ നിറച്ച് കായ്കളുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ജ്യൂസാക്കി കുടിക്കാം. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റാണ്. പിന്നെ ഒരു പപ്പായ പ്ലാന്റ് ഇവിടെ നിൽപ്പുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു ഫ്ലാറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നു. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്ന് ഇവിടെ ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. വീടും പരിസരമൊക്കെ നീറ്റാക്കി. കർക്കിടകവാവിനൊരുങ്ങി എൻ്റെ വീട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.